ഹായ് ഫ്രണ്ട്സ്, മിനീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നേ ഒരു സിമ്പിൾ റെസിപ്പിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. മുട്ട പൊരിക്കുന്നതാണ്. എല്ലാവർക്കും മുട്ട പൊരിക്കാൻ അറിയാം, പക്ഷെ തേങ്ങ ചതച്ചിട്ടിട്ട് മുട്ട പൊരിക്കുന്നത്. എൻ്റെ വീട്ടിലൊക്കെ തിരുവല്ലയിലെ ചുമ്മാതെ തേങ്ങാപ്പീരയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം അരിഞ്ഞിട്ട് മുട്ട പൊരിക്കും. പക്ഷെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലെ തേങ്ങയും ഇഞ്ചിയും ഉള്ളിയും എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ട് തേങ്ങാപ്പീര ചതച്ചെടുത്ത് അതിനകത്തേക്ക് മുട്ട പൊട്ടിച്ചിട്ട് ഉപ്പും കൂടെ ചേർത്ത് പൊരിച്ചെടുക്കും. ഇന്ന് അങ്ങനെ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഒരു 5-10 ചെറിയ ഉള്ളി, അത് തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു താറാവ് മുട്ടയാണ് പൊരിക്കുന്നത്. 2 താറാവ് മുട്ട. അപ്പോൾ ഇഞ്ചി ഇട്ടു. അതുപോലെ തന്നെ കാന്താരിയോ പച്ചമുളകോ ആവശ്യത്തിന് എരിക്കുള്ളതിട്ട് ഇനി ഇതൊന്ന് ചതച്ചെടുക്കട്ടെ. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ തേങ്ങയും കൂടെ ഇടും. ഉള്ളി ഇഞ്ചിയൊക്കെ ചതച്ചെടുത്തോണ്ട് വന്നു. ഇനി അതിനകത്തേക്ക് കുറച്ച് തേങ്ങാപ്പീരയും കൂടെ ഇടാം. തേങ്ങാപ്പീരയുടെ അളവൊക്കെ എത്ര മുട്ടയാണ് എടുക്കുന്നതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാൻ കുറച്ച് എനിക്ക് ഇച്ചിരി തേങ്ങാപ്പീരയൊക്കെ കൂടുതലിരുന്നാലും ഇഷ്ടമാണ് മുട്ട പൊരിക്കുമ്പോഴേ. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനുള്ള മുട്ട പൊരിക്കുന്നതിനാണ്. ഇങ്ങനെ വെറുതെ മുട്ട പൊരിച്ച് തിന്നാനാണെങ്കിൽ ഇങ്ങനെ ചതച്ചെടുക്കേണ്ടതൊന്നും ആവശ്യമില്ല. ചുമ്മാതെ തേങ്ങാപ്പീര ഇട്ടിട്ട് നമുക്ക് ചെയ്യാം. ഇനി ഇതോടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചതഞ്ഞാൽ മതിയേ. ഇപ്പം നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് ചതച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ ഒരുപാടില്ലായിരുന്നു എൻ്റെ അടുത്ത്, കുറച്ച് കറിവേപ്പില ഉണ്ടായിരുന്നു. അതും ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ടു. ഇനി 2 മുട്ട പൊട്ടിച്ചിടാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. എന്നിട്ട് കൈയൊക്കെ കഴുകിയിട്ട് ഇതിനകത്തേക്ക് എല്ലാം കൂടെ ഒന്ന് കൈവച്ചൊന്ന് ഇളക്കിയെടുക്കണം. ഇനി നമുക്ക് ഉപ്പ് പിന്നെ നമ്മൾ പാനിൽ ഇടുന്നതിൻ്റെ മുമ്പേ ഒന്ന് നമ്മൾ ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കി നമുക്ക് പാകപ്പെടുത്താം. ഇനി ഇതൊന്ന് കൈവച്ച് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ അരപ്പെല്ലാം ഒന്ന് മുട്ടയുമായിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുക. ഇനി ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച്, ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. എന്നിട്ട് ഈ മുട്ടയും അരപ്പും എല്ലാം കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കൈവച്ച് തന്നെ ഒന്ന് കട്ടി കുറച്ചിടാം. എന്നാലേ എളുപ്പം അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് വേഗത്തുള്ളല്ലോ. അപ്പോൾ ആ എണ്ണയൊന്ന് ആ പാനി കൊണ്ട് തന്നെ ഒന്ന് കറക്കി ഒന്ന് എല്ലായിടത്തും എണ്ണ ചെല്ലുന്ന പോലെ ഒന്ന് ആക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു കൊടുക്കാം. ഒരടപ്പ് വെച്ച് അടച്ചു കൊടുത്താൽ എളുപ്പം വേകും. ഇപ്പോൾ ഒരു സൈഡ് ഇപ്പം നമ്മുടെ മുട്ട വെന്തിട്ടുണ്ട്. മറ്റേ സൈഡോട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ആ സൈഡും കൂടെ ഒന്ന് അടച്ചു കൊടുക്കാം. അപ്പം ഇതാണ് തേങ്ങ ചതച്ചിട്ടതും കൊണ്ട് മുട്ട പൊരിച്ചുണ്ടാക്കിയതിൻ്റെ ഫൈനൽ സ്റ്റേജാണ് ഇത്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, ഒരു സൈഡിൽ നിന്ന് ഇച്ചിരി എടുത്ത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഇവിടെ എല്ലാവരും ചോറ് കഴിക്കാൻ പോവാണ്.